നീതി ആയോഗ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുകയാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. എന്തിനാണെന്നല്ലേ? മമതയെ 5 മിനിറ്റ് മാത്രമേ യോഗത്തിൽ സംസാരിക്കാൻ അനുവദിച്ചുള്ളൂ. മാത്രമല്ല, ശേഷം മൈക്ക് ഓഫാക്കുകയും ചെയ്തു. ഇത് അപമാനകരമാണെന്നാണ് മമത തുറന്നടിച്ചിരിക്കുന്നത്. ഇറങ്ങിപ്പോയ ശേഷം അവരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: യോഗം ബഹിഷ്കരിച്ചാണ് ഞാൻ പുറത്തിറങ്ങിയത്. ചന്ദ്രബാബു നായിഡുവിന് സംസാരിക്കാൻ 20 മിനിറ്റ് അനുവദിച്ചു. അസം, ഗോവ, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിമാർ 10 മുതൽ 12 മിനിറ്റ് വരെ സംസാരിച്ചു. 5 മിനിറ്റ് മാത്രമാണ് എനിക്ക് സംസാരിക്കാൻ അവസരം തന്നത്. സംസ്ഥാനങ്ങളെ വിവേചനത്തോടെ കാണരുതെന്ന് ഞാൻ കേന്ദ്ര സർക്കാരോട് പറഞ്ഞു. എനിക്ക് കൂടുതൽ സംസാരിക്കണമായിരുന്നു. എന്നാൽ എന്റെ മൈക്ക് ഓഫാക്കി. എന്തിനാണ് എന്നെ തടഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. ഇത് അന്യായമാണ്. പ്രതിപക്ഷത്ത് നിന്ന് ഞാൻ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത്. സഹകരണ ഫെഡറലിസം ശക്തിപ്പെടുത്തണമെന്നതിനാലാണ് ഞാൻ യോഗത്തിന്റെ ഭാഗമായത്. രാഷ്ട്രീയ പക്ഷാപാതപരമായിരുന്നു ബജറ്റ് എന്ന് ഞാൻ യോഗത്തിൽ പറഞ്ഞു. അവർ എന്തിനാണ് മറ്റ് സംസ്ഥാനങ്ങളോട് വിവേചനം കാണിക്കുന്നത്? നീതി ആയോഗിന് സാമ്പത്തിക അധികാരമില്ല. അത് എങ്ങനെ പ്രവർത്തിക്കും? ഒന്നുകിൽ അതിന് സാമ്പത്തിക അധികാരം നൽകുക, അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷനെ തിരികെ കൊണ്ടുവരിക എന്നാണ് മമത മാധ്യമങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്. ഇന്ത്യ മുന്നണിയിൽ നിന്ന് മമത മാത്രമായിരുന്നു യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനങ്ങളോട് വിവേചനം കാണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്നും വിട്ടുനിന്നത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ആന്ധ്ര മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞത്. 2047 വികസിത ഭാരതം എന്ന അജണ്ടയിലാണ് നീതി ആയോഗിന്റെ ഇന്നത്തെ യോഗം. 2023 ഡിസംബറിൽ നടന്ന ചീഫ് സെക്രട്ടറിമാരുടെ 3ാമത് ദേശീയ സമ്മേളനത്തിൽ നിന്നുള്ള ശുപാർശകൾ യോഗം ശ്രദ്ധ കേന്ദ്രീകരിക്കും. കുടിവെള്ളം, വൈദ്യുതി, ആരോഗ്യം, സ്കൂൾ വിദ്യാഭ്യാസം, ഭൂമി, സ്വത്ത് മാനേജ്മെന്റ് എന്നിവയാണ് പ്രധാന മേഖലകൾ. ഈ ചർച്ചകൾ രാജ്യത്തുടനീളമുള്ള ജീവിതം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള പങ്കാളിത്ത ഭരണവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനും സർക്കാർ ഇടപെടലുകളുടെ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഗ്രാമ നഗര ജനസംഖ്യയുടെ ജീവിത നിലവാരം ഉയർത്താനും യോഗം ലക്ഷ്യമിടുന്നുണ്ട്. ഈ യോഗങ്ങളിൽ ചർച്ച ചെയ്യുന്ന തന്ത്രങ്ങൾ ശരിയായ രീതിയിൽ നടപ്പിലാക്കിയാൽ ഇന്ത്യക്ക് അതിന്റെ മഹത്തായ ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകുമെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. അതേസമയം യോഗത്തിൽ NDA സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരെല്ലാം പങ്കെടുത്തിരുന്നു. സംസ്ഥാന മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണറുമാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കേണ്ടത്. യോഗത്തിന്റെ ഭാഗമാകില്ലെന്ന് ആദ്യം വ്യക്തമാക്കിയത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആയിരുന്നു. പിന്നാലെയായിരുന്നു മറ്റ് ഇന്ത്യ സഖ്യ മന്ത്രിമാർ നിലപാട് വ്യക്തമാക്കിയത്. അതേസമയം യോഗത്തിൽ പങ്കെടുക്കാനുള്ള മമതയുടെ തീരുമാനത്തെ ശിവസേന അടക്കമുള്ളവർ വിമർശിച്ചിരുന്നു. സ്വന്തം തീരുമാനപ്രകാരം യോഗത്തിൽ പോയ മമതയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത അടിയാണ് കിട്ടിയിരിക്കുന്നത്.